നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ കേരളം ഒരുങ്ങുന്നു. വീണ്ടും ഒരു ധൂർത്തിനുള്ള മുറവിളിയാണ് സംസ്ഥാന സർക്കാർ കാണിച്ചു കൂട്ടുന്നത്. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അടക്കമുള്ള പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ കൃത്യമായി ലഭിക്കുന്നില്ല. പല ജനകീയ കാര്യങ്ങളും ചെയ്യാനായിട്ട് വകുപ്പുകൾക്കൊന്നും പണം ലഭിക്കുന്നില്ല. അതിനുള്ള തുകയൊന്നും ഖജനാവിലില്ല എന്ന് വലിയ വായിൽ പ്രസംഗിക്കുകയും, എന്നാൽ അതേസമയം സർക്കാരിന് വേണ്ടിയിട്ട് ഇവിടെ കോടികളാണ് മുടക്കാൻ പോകുന്നത്. 5 സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിക്കാനായി 18 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഓണക്കാലത്ത് കോടികൾ കണ്ടെത്തേണ്ട സാഹചര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് അറിയാതെ ധനവകുപ്പ് നെട്ടോടെ മൂടുന്ന സമയത്താണ് നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ 18 ലക്ഷം രൂപ സർക്കാർ ചെലവാക്കുന്നത്. മലയാളികൾ ഏറെയുള്ള കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. 5 സംസ്ഥാനങ്ങളിലെ നഗരപ്രദേശങ്ങളിലുള്ള 100 തിയേറ്ററുകളിൽ സർക്കാർ നേട്ടം പ്രദർശിപ്പിക്കും. 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പ്രദർശിപ്പിക്കുക. ഇതിനായി ഏജൻസിയെ കണ്ടെത്തുമെന്നാണ് വിവരം. സാമ്പത്തികമായി അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ പരസ്യങ്ങൾക്കും നവകേരള സദസ്സിന്റെ ഹോർഡിംഗുകൾ വയ്ക്കുന്നതിനും പണം ചെലവാക്കിയതിന് വലിയ രീതിയിൽ വിമർശനം നേരിട്ടിരുന്നു. പ്രതിസന്ധിയിലും ധൂർത്ത് നടത്തുകയാണെന്ന ആക്ഷേപം തുടരുന്നതിനിടെയാണ് വിമർശനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് വീണ്ടും സംസ്ഥാന സർക്കാർ അനാവശ്യ ചെലവ് നടത്തുന്നത്. ഒരു തവണ പ്രദർശനത്തിന് 162 രൂപയാണ് നൽകുക. പരമാവധി 28 ദിവസം പ്രദർശിപ്പിക്കണം. ഇതിനെല്ലാമായി അന്തർ സംസ്ഥാന പബ്ലിക് റിലേഷൻസ് പ്ലാനിൽ നിന്ന് 18,20,000 രൂപ സംസ്ഥാന വിവര പൊതുസമ്പർക്ക വകുപ്പ് അനുവദിച്ചു. കേരളത്തിന്റെ ഇടതുഭരണ മാതൃക വിവരിച്ചുള്ളതാണ് പരസ്യ പ്രദർശനം. PRDയുടെ എംപാനൽഡ് ഏജൻസികൾ സാറ്റലൈറ്റ് ലിങ്ക് വഴി തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്നു. ക്യൂബ, UFO എന്നിവ ചുമതലപ്പെടുത്താനാണ് തീരുമാനം. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഉത്തരവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. കാരണം പല കാര്യങ്ങൾക്കും ഇവിടെ പൈസ തികയുന്നില്ല, അല്ലെങ്കിൽ കടുത്ത ക്ഷാമമാണ് പണത്തിനും മറ്റുമായിട്ട് ഉണ്ടാകുന്നത് എന്നെല്ലാം വലിയ രീതിയിൽ സർക്കാർ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാർ ധനമന്ത്രി അടക്കം അത് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ കാര്യങ്ങൾ വരുമ്പോൾ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും എത്ര കോടികൾ വേണമെങ്കിലും ധൈര്യമായി ചെലവഴിക്കാനായിട്ട് സർക്കാർ മുതിരുന്നതിനെതിരെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. ഇപ്പോൾ ഈ ഒരു പരസ്യ പ്രദർശനത്തിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ ഇത് അനാവശ്യമായിട്ടുള്ള ചെലവാണെന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന വിമർശനം.